ഡെയിലി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് ഇഷ്ടമാത്രം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ വിനോദിനെ അറസ്റ്റ് ചെയ്തല്ലോ. അപ്പോൾ ജയിലിൽ പോയിട്ട് സ്റ്റേഷനിൽ പോയിട്ട് നമ്മുടെ വിനോദിനെ മഹേഷ് കാണുകയാണ്. അങ്ങനെ പിയുടെ മിനിസ്റ്ററൊക്കെ വിളിക്കുന്നു. പക്ഷേ അവർ പറയുന്നത് ഇതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം പീഡന കേസാണ്, അതുകൊണ്ട് ഒന്നും ജാമ്യത്തിനൊന്നും ഇറക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ പറയുന്നു. കോടതിയിൽ പോയാലും ജാമ്യം കിട്ടത്തില്ല, എങ്കിലും വക്കീലിനെ വെക്കാൻ പറയുന്നു. അങ്ങനെ വിനോദിനെ പോയി മഹേഷ് കാണുന്നു. പക്ഷേ വിനോദ് മഹേഷിനെ ആശ്വസിപ്പിക്കുന്നു. കുഴപ്പമില്ല ഏട്ടാ, എന്തായാലും ഞാനൊന്ന് ഇതിൽ നിന്ന് ഇറങ്ങുമല്ലോ, അന്നേരം ഞാൻ ബാക്കി ചെയ്തോളാം എന്നുള്ള രീതിയിൽ പറയുന്നു. സുചിത്രയോട് വിഷമിക്കരുത് എന്നൊക്കെ പറയാൻ വീട്ടുകാരെ ആശ്വസിപ്പിക്കാനൊക്കെ പറയുന്നു. അങ്ങനെ നമ്മുടെ മഹേഷ് തിരിച്ച് വീട്ടിൽ വരികയാണ്. വീട്ടിൽ വരുമ്പോൾ നമ്മുടെ സ്വപ്നവല്ലിയാണ് ഭയങ്കര കരച്ചിലും ബഹളവും. അപ്പം സ്വപ്നവല്ലി ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ രാമൻ പറയുന്നു, ഇഷിതയോട് പറഞ്ഞു, മോളെ നമ്മുടെ ആതിരനെ എങ്ങനെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അപ്പം നമ്മുടെ ഇഷിത പറയുന്നു, അച്ഛൻ ഞാൻ കുറേ വിളിച്ച് അവരുടെ എല്ലാ ഫോണും സ്വിച്ച് ഓഫാന്ന് പറയുന്നു. പിന്നെ എൻ്റെ കൂടെ അവരുടെ കൂടെ നോക്കി നേഴ്സുണ്ട്, നേഴ്സിനെ വിളിക്കട്ടെ എന്നും പറഞ്ഞിട്ട് പോവുകയാണ്. ഇതേസമയം ആകാശും രചനയാണെങ്കിൽ നമ്മുടെ ഇത് ആഘോഷിക്കുകയാണ്, വിജയം. അപ്പം മഹേഷിനെ ഇല്ലാതാക്കുക എന്നാണല്ലോ അവരുടെ ലക്ഷ്യം. അപ്പോൾ അത് പൂർത്തീകരിച്ചു എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പം ആകാശ് പറയുന്നു, ഇനി ഒരു അറസ്റ്റ് കൂടി ഉണ്ടാവും, കാരണം കൂട്ടുപ്രതിയെ ഒരാളും കൂടി ഉണ്ടല്ലോ, അത് ഇഷിതയാണെന്ന് പറയുന്നു. അപ്പം നമ്മുടെ ആദ്യം ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്ന മഹേഷ് അപ്പം മഹേഷിനെ പൂട്ടണമെങ്കിൽ നമ്മുടെ ഇഷിത അകത്താകണം, ഇഷിതയെ വിലങ്ങ് വെച്ച് കൊണ്ടുപോകണം എന്ന് പറയുന്നു. അപ്പോൾ രചന പറയുന്നു, അതെനിക്ക് അവരുടെ ഫ്ലാറ്റിൻ്റെ മുമ്പിൽ പോയി മീഡിയയുടെ മുമ്പിൽ എനിക്ക് കാണണം, എനിക്കതൊന്ന് സന്തോഷിക്കണം, അവളെ ഇല്ലാതാക്കണം എന്നുള്ള രീതിയിൽ പറയുകയാണ്. ഇതൊക്കെ ആദ്യം കേട്ടുകൊണ്ട് മുകളിൽ നിൽക്കുകയാണ്. അപ്പോൾ ആദ്യം ചാടി ഇറങ്ങി നിർത്തുന്നും പറഞ്ഞിട്ട് ഇറങ്ങി വരികയാണ്. എന്നിട്ട് പറയുകയാണ്, ഇഷിതാമ്മയ്ക്കെതിരെ നിങ്ങൾ അനങ്ങിയാൽ ആദ്യം ആരാണെന്ന് ഞാൻ കാണിച്ചു തരുന്നൊക്കെ പറയുകയാണ്. അപ്പോൾ രചന പറയും, നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കും. നിങ്ങൾക്ക് ഡാഡിയോട് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അത് തീർച്ച, പക്ഷേ എൻ്റെ ഇഷിതാമ്മയോടൊന്നും ചെയ്യരുതെന്ന് പറയും. അപ്പോൾ രചന ചോദിക്കുക, എന്താണ് അങ്ങനെയെന്ന് ചോദിക്കും. പറയും, അത് എൻ്റെ ചിപ്പിമോളുടെ അമ്മയാണെന്ന് പറയും. അപ്പം ഞാനല്ലേ അവളെ പ്രസവിച്ചതെന്ന് പറയും. അപ്പം നമ്മുടെ ആദ്യം പറയും, പ്രസവിച്ചാൽ മാത്രം ഒരു അമ്മയാകത്തില്ല എന്നുള്ള രീതിയിൽ പറയും. അപ്പം നമ്മുടെ ആകാശ് പറയും, നിന്നെ ഇതൊക്കെ ആരാ പഠിപ്പിച്ചു വിട്ടേന്ന് ചോദിക്കും. അപ്പം ആദ്യം പറയും, എന്നെ പഠിപ്പിച്ചു വിടണ്ട, എനിക്കിതൊക്കെ അറിയാമല്ലോ എന്ന് പറയും. എൻ്റെ ഇഷിതാമ്മയുടെ നേരെ ഒരു വിരലിറങ്ങിയാൽ ഞാൻ ആദ്യം എന്താണെന്ന് നിങ്ങൾ അറിയുമെന്നും പറഞ്ഞിട്ട് ആദ്യം കയറി പോവുകയാണ്. ഇത് കണ്ട ആകാശിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ആകാശ് പറയുന്നു രചനയോട്, ഇപ്പം മനസ്സിലായോ, നീ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവൻ അവരുടെ അടുത്തേക്ക് തന്നെ പോകുക, അതാണ് അതിൻ്റെ ഉദ്ദേശം എന്നുള്ള രീതിയിൽ പറയാം. അങ്ങനെ ആദ്യം റൂമിലിരിക്കുന്ന സമയത്ത് രചന അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കും, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്നെ ദ്രോഹിച്ചവരെ ഇത് ചെയ്യുമ്പോൾ അത് ഞാൻ കണ്ട് സന്തോഷിക്കുക, അത് നമ്മളല്ല അൻസാരി ദാസാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ആദ്യം ഇങ്ങനെ വെറുതെ നോക്കുകയാണ്. എന്നിട്ട് പറയുന്നത്, ഒരു തെറ്റും ചെയ്യാത്ത സ്ത്രീയെ എന്തിനാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്, കണ്ട് സന്തോഷിക്കാനോ എന്നുള്ള രീതിയിൽ ആദ്യം തിരിച്ച് ക്വസ്റ്റ്യൻ ചെയ്യും. പിന്നീട് ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. നാളത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ മഹേഷും ഇഷിതയും റൂമിലിരിക്കുന്നു. അപ്പോൾ അവരിങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ വിനോദിനെ പുറത്തിറക്കും എന്നുള്ള രീതിയിൽ. അങ്ങനെ ഇഷിതയും മഹേഷിനെ കൈപിടിച്ച് ചേർത്ത് ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് മഹേഷ് അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ ആകാശ് മേനോൻ്റെ അടുത്ത് പോകുന്നു. അങ്ങനെ അടിയും പിടിയൊക്കെ ആവുന്നു. അപ്പോൾ മഹേഷ് പറയും, നീ ജീവിക്കേണ്ട എന്ന് പറയുന്നു. അപ്പം പെട്ടെന്ന് തന്നെ ആകാശ് ചിരിച്ചുകൊണ്ട് കയ്യിൽ നിന്ന് കത്തിയെടുത്ത് മഹേഷിനെ കുത്താൻ പോവുകയാണ്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ എല്ലാവരും നാളത്തെ എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.